ഹായ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. മോഹൻലാലിൻ്റെ ഷോ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അല്ല, മോഹൻലാലിൻ്റെ ഷോ തന്നെയാണ് ആക്ച്വലി. എന്നാലും ഇന്നത്തെ ഷോ ഫുൾ ആൻഡ് ഫുൾ മോഹൻലാലിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണം എല്ലാവരും ചേർന്ന് നന്നായി പുകഴ്ത്തി ആകാശത്ത് കൊണ്ടുപോയി. പിന്നെ താഴെ ഇടാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഒരു പകുതിക്ക് ശേഷമാണ് അടുത്ത് സീസണിലെ, അതായത് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ പോലെ വന്നിട്ടുള്ളത്. ഐ മീൻ ഇത്രയും ദിവസത്തെ ടാസ്കുകൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഗതികളൊക്കെ വന്നിട്ടുള്ളത്. നമുക്കതിലേക്ക് പോകുന്നതിന് മുമ്പേ മോഹൻലാലിനെ പറ്റി അനുമോള് പറഞ്ഞു തന്നെയാണ് ഞാൻ കൂടുതൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടത്. ബാക്കിയൊക്കെ ഞാൻ സ്കിപ്പടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അനുമോള് പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര യോജിപ്പാണ്. ശരിയാണ്, നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ ഈ നടന്മാരെ സ്വപ്നം കാണുകയും കല്യാണം കഴിക്കണമെന്ന് ആലോചനയ്ക്ക് വരുമല്ലേ. അതെനിക്കും ഉണ്ടായിട്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട നടൻ സുരേഷ് ഗോപിയാണ് കേട്ടോ. എനിക്ക് സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമാണ്. അനുമോള് പറഞ്ഞതൊക്കെ ഞാൻ സുരേഷ് ഗോപി കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. സത്യം, കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. സ്വപ്നത്തിലാണെന്നേ ഉള്ളൂ. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് സുരേഷ് ഗോപിയൊക്കെ വേറെ എവിടെയും നിൽക്കുന്നു, ഞാൻ വേറെ എവിടെയും നിൽക്കുന്നു. വീട്ടിൽ പറഞ്ഞാൽ തല്ലി കൊല്ലൂ എന്നുള്ളത് കൊണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ല. അനുമോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടോ, വീട്ടിൽ പറയാൻ പറ്റി. അതുപോട്ടെ, സുരേഷ് ഗോപി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ കുറേ അധികം, അതായത് കഴിഞ്ഞ ആഴ്ച മുഴുക്ക നടന്ന സംഭവ വികാസങ്ങളെ പറ്റി ഒരു റീക്യാപ്പ് നടക്കുന്നുണ്ടല്ലോ. ഈ റീക്യാപ്പ് ഒരുപക്ഷെ ഹൗസ് മേറ്റ്സിനെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. നമ്മളാണിത് കാണുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്കൊരു റീകളക്ഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ വിചാരിച്ചു ഒരുപാട് പൊരിക്കുമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം, മുടിയിട്ടത് ആദിലയാണോ ഷാനവാസാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതായത് ഈ ഓറഞ്ച് ജ്യൂസിൽ, അനീഷിൻ്റെ ജ്യൂസിനകത്തേക്ക് ഇട്ടത് ആദിലയാണോ നൂറയാണോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഷാനവാസ്, ഇവരിൽ ആരോ ഒരാളാണ് ഇട്ടത്. അത് ഏതോ ഒരു വ്ളോഗർ ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. അപ്പം അതൊക്കെ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ആകെ മൊത്തത്തിൽ അതൊന്നും ഡിസ്കസ് ചെയ്തില്ല. പകരം നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലാൻ പാടുണ്ടോ? എന്തൊരു സ്നേഹം! സത്യമായിട്ടും മോഹൻലാലിനെ കൊണ്ട് പറ്റൂല, അതാണ് മനസ്സിലായത്. പക്ഷേ ഒരു കാര്യം, അതായത് നമ്മൾ പറയത്തില്ലേ, ചിലരെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ചില സത്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് പറയാനും അങ്ങനെ നമ്മളെ കുറ്റക്കാരനാക്കാനും ശ്രമിക്കുന്ന കുറേ പേർക്ക് അവരുടെ നാവ് കൊണ്ട് തന്നെ അത് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. ഇന്നത്തെ ഷോയിൽ അതാണ് നടന്നത്. അതായത് ബിഗ് ബോസ് കാര്യം മനസ്സിലാക്കിയിട്ടും മോഹൻലാൽ എന്ന വ്യക്തി അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്തിട്ടും ആ വിഷയം ബിഗ് ബോസിനും ബാക്കിയുള്ളവർ ചേർന്നു മോഹൻലാലിനും തന്നെ പറയേണ്ടി വന്ന ഒരു ഗതികേട് ഇന്ന് കണ്ടു എന്നുള്ളതാണ്. ആര്യൻ ജിസേൽ വിഷയമാണ്. ആര്യനെ പോലെ അത്യാവശ്യം കളിക്കാൻ അറിയുന്ന ഒരു പയ്യൻ അങ്ങനെ ഒരു പിന്നെന്താ പറയണേ, ഒരുത്തിയുടെ പാവാട തൂങ്ങി നടക്കുന്നത് കണ്ടതിലുള്ള പ്രയാസമാണ് അഭിലാഷ് പറഞ്ഞത്. അഭിലാഷ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അഭിലാഷ് പറഞ്ഞത് കൃത്യമാണ്. ജിഷയിൽ ആര്യൻ്റെ അടിവസ്ത്രം കഴുകിക്കൊണ്ട് നടക്കുന്ന ഒരു വെറും കോഴ ചെറുക്കനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം അവർ ഡിസ്കഷന് വെക്കുന്നുണ്ടെങ്കിൽ അനുമോൾ പറഞ്ഞ കാര്യവും സൂപ്പറാണ്. അനുമോളോട് ചോദിക്കുന്നുണ്ട്, നാണമില്ലാത്ത മോഹൻലാൽ അനുമോളോട് ചോദിക്കുന്നു, അനുമോൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ ഒരു കുന്തം പറയാനൊന്നുമില്ല, ഞാനിത് മുമ്പ് പറഞ്ഞതിന് വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് കുറച്ചുകൂടെ മോഡറേറ്ററായിട്ട് പുറത്ത് പറഞ്ഞു, ലാലേട്ടാ, ഞാൻ അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നെ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് നോക്കാറില്ല, എനിക്കത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നോക്കുന്നില്ല എന്ന്. അതെനിക്കങ്ങ് പിടിച്ചു കേട്ടോ. എനിക്ക് പിടിക്കാതെ ഉള്ളത് ആദിലയുടെ കൈ പിടിച്ചുകൊണ്ടുള്ള ആ ഇരിപ്പാണ്. അനുമോളെ, അനക്ക് പണി വേറെ പാലും വെള്ളത്തി ഓള് തരുമേ, മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. അനുവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് എതിർപ്പാണ്. ക്യൂട്ട്നെസ് ഓവർലോഡ് വാരി വിതറുകയാണ്, കൂട്ടി പൈ. രണ്ടാമത്തെ കാര്യം, ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്താ അക്ബറിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ഒലിപ്പീരാണ് മോഹൻലാലിന്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ചോദ്യങ്ങൾ ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറയുമ്പം ലക്ഷ്മി എന്ന കള്ള നാണയത്തിൻ്റെ റിയൽ ഫേസ് ഇന്ന് കാണാൻ പറ്റി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഷോ കഴിഞ്ഞ ശേഷമുള്ള അവരുടെ ഡിസ്കഷനിലാണ് ലക്ഷ്മി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായത്. ലക്ഷ്മിയും ഒനിലും മൂന്നാം നാളുകാരാണ്, അവർ തമ്മിൽ എപ്പോഴും വഴക്കാം. ഒനിലും അഭിഷേകും ആണ് പ്രതിക്കൂട്ടിലെന്ന് മനസ്സിലാക്കിയപ്പോൾ ബിന്നിയെയും മൊനിലിനെയും ഇഷ്ടമില്ലാത്ത ലക്ഷ്മി അവർക്കിട്ട് താങ്ങാൻ പറ്റിയ ഒരു അവസരമെന്ന് മനസ്സിലാക്കി അതങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അത് ഷാനവാസ് പൊളിച്ചു. എങ്ങനെയെന്നല്ലേ, ബിന്നി, അതായത് ലക്ഷ്മി അവിടെ ചെന്ന സമയത്ത് തന്നെ ഭയങ്കര ഉപദേശമായിരുന്നു. ലക്ഷ്മി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ചകൾ ഐ തിങ്ക് 2 days ബിഫോർ, ഇന്നലെ മെനിങ്ങാന്നാണെന്ന് തോന്നുന്നു, മെനിങ്ങാനത്തെ ഷോയിൽ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, ഞാനത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി പറയുന്നതാണ്, അറ്റ്ലീസ്റ്റ് നീ ഒന്ന് ഒതുങ്ങിക്കൊടു, ആ ചെറുക്കൻ കളിക്കേണ്ട ചെറുക്കനാണ്, അവൻ്റെ സ്പേസും കൂടെ നീ എടുത്തിട്ട് നീ ഇങ്ങനെ ചെയ്യാതെ, നീ അവളെ കളിക്കാൻ വിട്, അവൻ്റെ കളിക്കാനായി ഇങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് നടക്കാതെ എന്ന് ലക്ഷ്മി കിച്ചണിൽ വെച്ച് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുമുണ്ട്. എന്നിട്ടും അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഒനിൽ ആണ് പ്രതിസ്ഥാനത്തെന്ന് കണ്ട ഉടനെ
ആ പറഞ്ഞത്, സത്യമല്ല ലക്ഷ്മി, ഒരു വിഗ്രഹം ഉടയുന്ന ഇതിലാണ് ഞാൻ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടത്. ഇത്തവണ ലക്ഷ്മി എക്സ്പോസ്ഡ് വെൽ. ലക്ഷ്മി എന്ന അക്രൂര മുഖത്തിൻ്റെ അത് റിവീലായി എന്നുള്ളതാണ്. അതായത് പേഴ്സണൽ ഗ്രഡ്ജാണ് അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെ കളിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞതിന് ഒന്നിനും തന്നെ ഒരു എന്താ പറയണേ, ഒന്നിനും ഒരു മൂല്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലക്ഷ്മി റിജക്റ്റഡ് ഫ്രം മൈ മൈൻഡ്. എനിക്ക് അത്ര ദേഷ്യം തോന്നിയിരുന്നു. അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. 4 പറയണമെന്ന് ഞാൻ പറയത്തില്ല. അവനവൻ്റെ അഭിപ്രായം പറയാമല്ലോ. അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഷാനവാസ് അത് പൊളിച്ചടുക്കി കൈ കൊടുത്തു, നല്ല പോലെ നാറ്റിച്ചിട്ടുണ്ട്. ഇനിയും മതിയാകാതെ ഇരുന്ന് കിണിക്കുന്നുമുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കോയിൻ കൊടുക്കുന്നതിൻ്റെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്, സേഫ് സോൺ കൊടുക്കാൻ. പുഴുക്കാലട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൂടെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ അനുഭവം ഉണ്ടാകുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് മോഹൻലാൽ പറഞ്ഞത് ഞാനതിപ്പോൾ കൊടുക്കുന്നില്ല, സൗകര്യമില്ലാന്ന്. എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പിസം കളിക്കുന്നു എന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആ ഒരു കോയിൻ കാണിച്ചുകൊണ്ടുള്ള ഒരു നോമിനേഷൻ നടപടി അവിടെ നടത്തിയല്ലോ. ആ പ്രക്രിയയിൽ കൂടെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ട് മോഹൻലാലിനും ബിഗ് ബോസിനും സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആകെ മൊത്തം ഇത്രയേ അവിടെ സംഭവിച്ചുള്ളൂ എങ്കിലും കൊള്ളാം കേട്ടോ. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു എപ്പിസോഡ്. സ്പെഷ്യലി മോഹൻലാലിനെ പുകഴ്ത്തുന്നത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ നിന്ന് സുഖിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്ന ലാലിനെ കാണാൻ ഒരു സ്പെഷ്യൽ ഭംഗിയാണ് കേട്ടോ. ഏതായാലും ഫാൽക്കോ അവാർഡ് കിട്ടിയ മോഹൻലാലിന് എൻ്റെ ഹൃദയ അംഗമമായ സ്നേഹ ആദരങ്ങൾ. സന്തോഷം, ഹാപ്പി, നല്ല കാര്യമാണ്. മറ്റുള്ളവരെ ചവിട്ടി തേച്ചുകൊണ്ട് ഒന്നിന് വളം എന്നുള്ള രീതിയിൽ ചെയ്യാതെ മാനമര്യാദയ്ക്കൊക്കെ സന്തോഷപരമായി അത് എൻജോയ് ചെയ്ത് ആഘോഷിച്ചത് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു അവാർഡാണ് അത് കിട്ടിയതിൽ സന്തോഷം. ആ കിട്ടിയ പൈസ മുഴുക്ക പാവങ്ങൾക്ക് ദാനം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായിരുന്നേനെ. ഒരുപാടൊക്കെ സമ്പാദിച്ചതല്ലേ. അതൊന്നും നമ്മൾ പറയേണ്ടതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വീണ്ടും ജിസേൽ ആര്യയിലേക്ക് വരാം. ജിസേൽ ന്യായീകരണവുമായിട്ട് എഴുന്നേക്ക്. എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ആയിരുന്നപ്പോഴത്തേക്ക് എനിക്കത് അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവനെ കൂടി ഇങ്ങനെ ചെയ്യിച്ചത്, ഞാൻ എങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. സത്യമന പെണ്ണ് ഉപയോഗിക്കുകയാണ് ആര്യനെ. അത് ആര്യന് മനസ്സിലാകത്തില്ല. ആര്യൻ്റെ വീട്ടുകാർ പറഞ്ഞു കൊടുത്താൽ ആര്യന് പിടികിട്ടും. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വീട്ടുകാർ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രണയിക്കുകയോ അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ കൂടെ പോകാൻ ശ്രമിക്കുക. ഇതിപ്പോൾ മൂന്നാമത്തേതാണ് ഫേക്ക് ലവ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. 3 ലവാണ് ഞാൻ ഫേക്കായിട്ട് മനസ്സിലത്. മണിക്കുട്ടൻ്റെത്, മണിക്കുട്ട ആ പെണ്ണെ തേക്കുകയാണ് ചെയ്തത്. അതേപോലെ മറ്റൊരു ഫേക്ക് ഉണ്ടായിരുന്നു, റോബിനെ പ്രണയിക്കുന്നതായിട്ട് ഭാവിച്ച് കപ്പടിച്ചെടുത്ത കള്ളി. അത് 2. ഇത് 3ാമത്തെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ. ആകെ മൊത്തം ജിസേലിനെ ട്രൂലി ലവ് ചെയ്യാണ് ആര്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ടല്ലോ, ഐ ട്രൂലി ലവ് യു എന്ന്. ബാക്കി ജിസേലിന് മനസ്സിലായി കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെവീൻ്റെതാണ്. നെവീൻ നമ്മുടെ അനുമോളെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ പോലും ആ സൂപ്പറായിട്ട് കൊള്ളേണ്ട കണക്ക് കൊണ്ടു. ഒരു ഷോയ്ക്കകത്ത് 2 പേര് ഒരേ പുതപ്പിനുള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ആണും പെണ്ണുമാണെങ്കിൽ, എനിക്കറിയത്തില്ല അതെന്ത് തരം പുരോഗമനവാദമാണ്. ഏതായാലും പുരോഗമനവാദിയായ മോഹൻലാലിന് ഈ പുരോഗമനവാദം തെറ്റായ ഒരു പുരോഗമനവാദമാണെന്ന് സ്വന്തം നാക്കുകൊണ്ട് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അവർ 2 പേരും ആകെ പൊതുസമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, ജിസേലിനെയും ആര്യനെയും കയ്യോടെ പൊക്കി മോഹൻലാൽ. പ്രണയമല്ലത് കാമമാണ്, പ്രണയമല്ല അത് കാമമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെയല്ലേ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഇപ്പം വീട്ടിലെ പയ്യൻ ജോലി ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ചോറും കറിയൊക്കെ വെക്കുന്നതോ വീട്ടിൽ തൂത്തുമായിരുന്നതോ അടിപ്പാവട കഴിയുന്നതോ ഒന്നും കുഴപ്പമില്ല. അവിടെ ആരും ബന്ധുക്കളില്ല. ഓരോരുത്തരും ഓരോ പേഴ്സൺസാണ്, ഓരോ വ്യക്തികളാണ് അവിടെ ഇത് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയാണ് ഞാൻ ആ കളി ഒന്നുമല്ല. ഈ മാംഗോ ടാസ്ക്, ഫാക്ടറി ടാസ്ക്, ജ്യൂസ് ഫാക്ടറി ടാസ്ക് പോലും അവർ 2 പേരുമാണ്. അവൾ ബോട്ടിലും കൊണ്ട് വേറെ ആരുടെ പോകുന്നത് കാണുന്നില്ല. അവനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നത്. അവൾക്കറിയാം അവളുടെ ബോട്ടിലും കൊണ്ട് അവൾ വേറെ എവിടെ പോയാലും അവൾക്ക് അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. കിട്ടുന്നത് ആര്യൻ്റെ അടുത്താവും. ആര്യനെ വെച്ചാണ് ഇതുവരെ ജിസേൽ അവിടെ നിന്നത്. ആര്യൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. അനുവിനെ ആര്യൻ ശത്രുപക്ഷത്ത് വെച്ചതിൻ്റെ കാര്യം പോലും ജിസേലാണ്. ആകെ മൊത്തത്തിൽ നല്ല ഒരു കൈകേയിയാണ് നമ്മുടെ ജിഷേലി എന്ന് ചുരുക്കം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ആരും ഔട്ടായില്ല. ആരൊക്കെ പറഞ്ഞ് ജിഷീൻ ഔട്ടായി, ആര്യൻ ഔട്ടായി എന്നൊക്കെ. എന്തിനാ ഇങ്ങനെ ഫേക്ക് കാര്യങ്ങൾ വിളിച്ച് പറയണേ? അതിലെന്ത് കാണുന്നു അത് പറയുന്നതിൻ്റെ ഒരു രസം. ചുമ്മാ അത് ഔട്ടായി, ഇവിടെ ഔട്ടായി, അവൻ ഔട്ടായി, ഇതിങ്ങനെ പറയുമ്പോൾ എന്തിനായി കള്ളത്തരം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇന്നത്തെ എപ്പിസോഡ് അതാണ്. ഇതിന് ശേഷം ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷിനും ഒനിലിനും നല്ല തിരിച്ചടിയാണ് നെവിൻ കൊടുത്തത്. കാരണം ഇവരുടെ സദാചാരവാദത്തിന് നല്ല സൂപ്പറായിട്ട് അവരെ എക്സ്പോസ് ചെയ്ത് കൊടുത്തു. ആര്? നെവിൻ.
നെവിനും പിന്നെ ഇവരുമൊക്കെ എക്സ്പ്ലനേഷൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴും ഒനിൽ എന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ആ സദാചാരവാദം പുറത്തേക്ക് വന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ലക്ഷ്മിക്കെതിരെ അയാൾ നിന്നൊരു നില, ലക്ഷ്മിയുടെ അതേ വിഷയവും പറഞ്ഞ് പിന്നീട് നടന്ന സംഭവങ്ങളിലുമൊക്കെ ഒനിൽ കാണിച്ചൊരു സപ്പോർട്ട്, ആ മസ്താനി വിഷയത്തിൽ ഒനിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് അന്ന് പിടിക്കപ്പെടുമ്പോൾ അനുവിനെതിരെ നിന്നൊരു നില, ഈ മീൻസ് മസ്താനിയുടെ വിഷയത്തിൽ അനു ഇല്ലെങ്കിലും ആദ്യം ജിസേലും ആര്യനും തമ്മിലുള്ള ആ ഇൻറ്റിമസി, ആ കിടപ്പ്, പുതപ്പിനകത്തെ കിടപ്പ്, അതിനെ റിലേറ്റ് ചെയ്ത് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒനിൽ നിൽക്കുമ്പോൾ മസ്താനി വിഷയത്തിൽ ലക്ഷ്മി കയർത്ത് കയറുമ്പോഴും അന്നും ഒനിൽ ഇതേ പുരോഗമനവാദം കൊണ്ടാണ് ജയിച്ചത്. പക്ഷേ കാലം മാറെ ഒനിൽ എന്ന വ്യക്തിയുടെ ഉള്ളിൽ നല്ലൊരു കുത്തിത്തിരിപ്പുകാരനുണ്ടെന്നും അത് പുരോഗമനവാദിയല്ലെന്നും തൻ്റെ ഇംഗിതങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഇച്ഛകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുരോഗമനവാദമാണ് ഇവറ്റകൾ പറയണമെന്നും വ്യക്തമായിട്ട് മനസ്സിലാവും. മൊത്തം കള്ളത്തരങ്ങളാണ് ഈ പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ. ഫ്രീ സെക്സിൻ്റെ വക്താക്കളാണ് ഈ പുരോഗമനവാദം ഒരുപാട് പറയണത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുരോഗമനവാദം? ഇതുപോലെയൊക്കെ കിടക്കുന്നതാണോ? ഇതൊരു ഭയങ്കര സന്തോഷമായിട്ടാണോ? അത് അവർ റിലേറ്റീവ്സ് ആണോ? അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളാണോ? പുറത്തുനിന്ന് സുഹൃത്തുക്കളാണോ? അല്ല, അവിടെ ഒന്ന് സുഹൃത്തുക്കളായി. ഒരു ബെഡിൽ ഒരു പതപ്പിൻ്റെ അടി കിടന്നാലേ സൗഹൃദം ഉണ്ടാവുകയുള്ളൂ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെ നിങ്ങൾ എന്താ പറയണ, ആൻറ്റി വൈബോ തള്ള വൈബോ അപ്പൂപ്പൻ വൈബോ അമ്മച്ചി വൈബോ എന്ത് വൈബെന്ന് പറഞ്ഞാലും ഇത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പേര് കാണുന്ന ഒരു ഷോയ്ക്കകത്ത് രണ്ട് വ്യക്തികൾ ഒരേ ബെഡ്റൂമിൽ ഒരേ കാറ്റിൻ്റെ അടിയിൽ ഒരേ അത് തന്നെ ആ കുൽസിത. അപ്പോൾ നെവിൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തത് വെളുപ്പിക്കാൻ നോക്കും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, ഞാൻ അങ്ങനെ, പക്ഷേ അവ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. കാണുന്നവരുടെ കണ്ണിലാണല്ലോ കുരുവെന്ന്. ലക്ഷ്മി അത് ഏറ്റു പറയുമ്പോൾ ലക്ഷ്മി ആ ഒരു കാര്യത്തിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി തെറ്റു പറയാൻ ഒക്കത്തില്ല. കാരണം ലക്ഷ്മിയുടെ ടാർഗറ്റ് നമ്മുടെ ഒനിലാണ്. ഒനിലിൽ ഈ പ്രശ്നത്തിൽ പെട്ടു എന്ന് മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഒനിൽ നല്ലപോലെ പെട്ടു. ഇനി മുൻപോട്ട് ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ, അതായത് ജിസേൽ ആര്യൻ അവിടെ ഉണ്ടെങ്കിൽ ഒനിലും അഭിലാഷും നേരിടാൻ പോകുന്നത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. കാരണം അവർ വിടത്തില്ല. അവർക്കത് ഉള്ളിൽ നല്ലപോലെ കൊണ്ടു. രണ്ടും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ഉണ്ട് ആര്യൻ്റെ. അതെന്താണ് ലാലേട്ടാ ലവ് ട്രാക്ക്? അയ്യോടാ, ഒന്നും അറിയാത്ത കുഞ്ഞാവാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.